കഥ പറയുകയും കളിക്കുകയും മാത്രമല്ല ചരിത്രത്തിന്റെ കൂടെ ഭാഗമാവുകയാണ് കാസർഗോഡ് പുലിത്തുന്നിലെ KV രമേശന്റെ പാവകൾ. 20-ലധികം രാജ്യങ്ങളിലായി 4000-ലധികം വേദികളിൽ ഇതിനകം പാവകളി അവതരിപ്പിച്ചു. പാവകളിക്ക് വേണ്ടിയുള്ള പാവനിർമ്മാണവും പാവ മ്യൂസിയവും രമേശിനുണ്ട്. സ്വന്തം ചെലവിൽ ആധുനിക രീതിയിൽ പണിത മ്യൂസിയം, 150-ലധികം വ്യത്യസ്ത പാവകൾ, 20 വിദേശ രാജ്യങ്ങളിലടക്കം 4000-ലധികം വേദികളിൽ പാവകളി, നിരവധി ദേശീയ സാർവദേശീയ പുരസ്കാരങ്ങൾ. KV രമേശ് എന്ന കലാകാരന്റെ നേട്ടങ്ങളെ ഇങ്ങനെ പറയാം. പാവകളിയിൽ ഇന്ന് ലോകത്ത് തന്നെ നിലനിൽക്കുന്നതിൽ ഏറെ കലാപരവും സമ്പൂർണവുമായ സംഘം കാസർഗോഡ് പുലിക്കുന്നിലെ KV രമേശൻ നടത്തുന്ന ശ്രീ ഗോപാലകൃഷ്ണ യക്ഷഗാന ബൊമ്മയാട്ട സംഘത്തിൻ്റെതാണെന്ന് നിസ്സംശയം പറയാം. ഇപ്പോഴും നിരവധി ക്ഷണമാണ് ദിവസവും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകം തയ്യാറാക്കിയ വടിയിൽ കെട്ടിയ ചരടിൽ പാവകളെ നിയന്ത്രിച്ചുകൊണ്ടാണ് പാവകളി നടത്തുന്നത്. മഹാഭാരതം, രാമായണം, ഭാഗവതം തുടങ്ങിയ പുരാണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് കഥാപാത്രങ്ങൾ ഏറെയും. നിഴൽ പാവകളി, കയ്യുറ പാവകളി തുടങ്ങിയവ രാജ്യത്തിന്റെ ചിലയിടങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. ചലനങ്ങൾക്കനുസരിച്ച് ചെണ്ടയും സംഗീതവും കൂടാതെ സംഭാഷണവുമെല്ലാം വേദിക്ക് പിന്നിലെ കലാകാരന്മാർ നിയന്ത്രിക്കും. 1.5 കോടിയോളം രൂപ ചെലവഴിച്ച് പുലിക്കുന്നിലെ സ്വന്തം സ്ഥലത്ത് അത്യാധുനിക രീതിയിലാണ് രമേശ് പാവ മ്യൂസിയം നിർമ്മിച്ചിരിക്കുന്നത്. ഇതോട് ചേർന്ന് പുതിയ സാങ്കേതിക രീതി ഉപയോഗിച്ചുള്ള പാവ നിർമ്മാണശാലയുമുണ്ട്. 3 പേർ രമേശിനൊപ്പം പാവ നിർമ്മാണശാലയിൽ ജോലി ചെയ്യുന്നു. പാവകളെ ജീവനോളം സ്നേഹിക്കുന്ന രമേശിന് 1000 പാവകളാണ് ലക്ഷ്യമെന്ന് പറയുന്നു. പാല, ഉതുപ്പ്, തേക്ക് തുടങ്ങിയ മരങ്ങൾ കൊണ്ടാണ് പാവകൾ ഉണ്ടാക്കുന്നത്. 2-3 ആഴ്ചകളെടുക്കും ഒരു പാവ ഒരുക്കാൻ. 30,000 രൂപ വില വരുന്ന പാവകൾ 500 വർഷത്തിലധികം നിലനിൽക്കുമെന്ന് രമേശ് പറഞ്ഞു. നിരവധി വിദേശ കലാകാരന്മാരും ഗവേഷകരും പാവകളിയെക്കുറിച്ച് പഠിക്കാനും ആസ്വദിക്കാനുമായി ഇവിടെ എത്തുന്നുണ്ട്. പാവകളുടെ സൂക്ഷിപ്പ് കേന്ദ്രം, പഠന കേന്ദ്രം, പാവകളി അവതരണ വേദിയും ഹാളും, മീറ്റിംഗ് ഹാൾ, പ്രദർശന കേന്ദ്രം കൂടാതെ അംഗീകാരങ്ങളുടെ വലിയ ശേഖരം തന്നെ ഇവിടെയുണ്ട്. കുറച്ചു മാസം മുമ്പ് അമ്മ മരിച്ചതോടെ പാവകൾക്കൊപ്പം ഇവിടെ തനിച്ചാണ് രമേശൻ. സഹോദരങ്ങൾ ജോലിയുമായി കർണാടകയിലാണ് താമസം. സമകാലിക മലയാളം, കാസർഗോഡ്.